നമ്മുടെ മരണത്തിന് മുൻപ് തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഈ 4 പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആരും ഒരിക്കലും മറക്കരുത്. ആദ്യമേ തന്നെ നമുക്ക് 4ാമത്തെ കാര്യത്തിലേക്ക് പോയാലോ. 4ാമത്തെ കാര്യമാണ് ലിവിങ് വില്ല്. വലിയ അപകടം സംഭവിക്കുകയോ കോമ പോലെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലാവുകയോ ചെയ്താൽ ഏത് രീതിയിലുള്ള ചികിത്സ നൽകണം, ഉദാഹരണത്തിന് ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ട് വേണമോ വേണ്ടയോ എന്നൊക്കെ നേരത്തെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ലിവിങ് വില്ല് എന്ന് പറയുന്നത്. ഇത് കുടുംബത്തിന് ഇത്തരം നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള വലിയൊരു ഭാരം കുറയ്ക്കുന്നതാണ്. ഇനി 3ാമത്തെ കാര്യമാണ് ടേം ഇൻഷുറൻസ്. നമ്മളില്ലാതായാലും കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. മാസം വെറും 800-1000 രൂപ പോലെയുള്ള ചെറിയ തുക മാറ്റിവെച്ചാൽ 2 കോടി അല്ലെങ്കിൽ അതിലധികം തുകയുടെയൊക്കെ തന്നെ വലിയൊരു കവറേജ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ആദ്യമേ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്ന് അറിയാനായിട്ട് എൻ്റെ ബയോയിലെ ലിങ്കിൽ കയറി അവിടെ ബേസിക് ഡീറ്റെയിൽസ് നൽകിയാൽ മതിയാകും. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ വരുമാനവും ആരോഗ്യവും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് കമ്പനികൾ ഇത് നൽകുന്നത്. കൂടാതെ ഈ ക്ലെയിം പ്രോസസ്സൊക്കെ മുഴുവൻ തീരാനായിട്ട് കാത്തിരിക്കാതെ മരണവിവരം അറിയിക്കുമ്പോൾ തന്നെ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് 3 ലക്ഷം രൂപയോളം ആദ്യം തന്നെ കുടുംബത്തിന് നൽകുന്ന പ്ലാനുകളുമുണ്ട്. പിന്നെ 50-60 രൂപയൊക്കെ അധികമായിട്ട് നൽകിയാൽ അപകടം മൂലമുണ്ടാകുന്ന അംഗവൈകല്യങ്ങൾക്കും ഇതിൽ നിന്ന് പരിരക്ഷ നേടാൻ സാധിക്കും. വിദേശത്തുള്ളവർക്കും ഇത് എളുപ്പത്തിൽ എടുക്കാനാകും. ഇനി 2ാമത്തെ കാര്യമാണ് ലാസ്റ്റ് വിൽ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും പണവും നമ്മുടെ കാലശേഷം ആർക്കൊക്കെ എങ്ങനെ ലഭിക്കണമെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുന്ന രേഖയാണ്. നമ്മുടെ അഭാവത്തിൽ കുടുംബത്തിൽ ഉണ്ടായേക്കാവുന്ന തർക്കങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ ഇത് ഏറെ സഹായിക്കും. ഇനി ഏറ്റവും ആദ്യത്തെ കാര്യം അത് നോമിനേഷൻ ഉറപ്പാക്കുക എന്നതാണ്. വിൽപത്രം എഴുതുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലെല്ലാം തന്നെ ശരിയായിട്ടുള്ള നോമിനിയെ വെക്കുക എന്നത്. നമ്മളില്ലാതെ വരുമ്പോൾ യാതൊരു നിയമക്കുരുക്കുകളും ഇല്ലാതെ പണം പെട്ടെന്ന് കുടുംബത്തിന് ലഭിക്കാനായിട്ട് ഈ നോമിനേഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെങ്കിലും ഇതിലേറ്റവും എളുപ്പത്തിലും വേഗത്തിലും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നത് ടേം ഇൻഷുറൻസ് എടുക്കുക എന്നത് തന്നെയാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബം മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാനായിട്ട് ഈ ഒരു പരിരക്ഷ നിർബന്ധമായിട്ട് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ ഏതാണെന്ന് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ബയോയിലുള്ള ലിങ്ക് ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ബേസിക് വിവരങ്ങളൊക്കെ തന്നെ നൽകിയാൽ ഏറ്റവും മികച്ച ഓപ്ഷനുകൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും.